ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഞാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് ലോസ് ജേണി അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രാമത്തെ ദിവസമായി? 10ാമത്തെ ദിവസമായി. ഇപ്പോൾ 10ാമത്തെ ദിവസം എത്തിയപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇപ്പോഴത്തെ വെയിറ്റ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ഫുഡ് കഴിക്കുന്നു, എൻ്റെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാ വെയിറ്റ് ലോസ് ചെയ്യുക. ക്രിസ്മസ് കഴിഞ്ഞു, ഓക്കെ, ഇനി ന്യൂ ഇയർ ആണ്. ഓക്കെ, അത് നോക്കിക്കൊണ്ടിരിക്കരുത്. ഈ പറയുന്ന ഒരു സ്റ്റേജിൽ കൂടെ തന്നെയാണ് ഞാനും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ വെയിറ്റ് ലോസ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. 16/8 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ മസ്റ്റ് ആയിട്ട് കയറി കണ്ടു നോക്കുക. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് എന്തായാലും യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മളൊരു പുതിയ ദിവസം പുതിയ ടോപ്പിക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആയിട്ടും ഞാൻ ഇടാത്തൊരു ടോപ്പിക്കാണ് ഈ യോഗേനെ പറ്റിയിട്ട്. നമ്മള് ജിമ്മ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്, കാർഡിയോ, വെയിറ്റ് സ്ട്രെങ്തനിങ് എന്ന് പറയുന്നുണ്ട്, വാക്കിംഗ് പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യോഗ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ ഈ വെയിറ്റ് ലോസിൽ അതും ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് യോഗ. ചിലർക്ക് യോഗ മാത്രം മതി എന്നുള്ളവരുണ്ട്. അപ്പൊ എന്താണ് യോഗ, ആർക്കെല്ലാം ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല, യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, ഇത് മൂന്നും ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് യോഗ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, നമുക്കൊരു സമാധാനം, ഒരു കാംനെസ് കിട്ടും, മെഡിറ്റേഷൻ ചെയ്താൽ ഒരു സമാധാനം കിട്ടും എന്ന് പറയില്ലേ, ഇതാണ് ഈ യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ യോഗ ചെയ്താൽ വണ്ണം കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വണ്ണം കുറയും. പക്ഷെ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല, പതുക്കെ കിട്ടുള്ളൂ. പക്ഷെ ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നമ്മൾ ഈ സ്ട്രെച്ചസ് ഒക്കെ ഇല്ലേ, അത് ഈ യോഗയുടെ അണ്ടറിൽ വരും. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നത്, അത് പല പല പൊസിഷൻ ഉണ്ട്, അത് സ്ട്രെച്ച് ചെയ്യുന്ന കാര്യങ്ങളായാലും. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടാണ് യോഗ എന്ന് പറയുന്നത്. ഓക്കെ, യോഗ കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും ഉള്ളതെന്ന് വെച്ചാൽ യോഗ കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ നോർമൽ കാർഡിയോ ചെയ്യുമ്പോഴായാലും വെയിറ്റ് സ്ട്രെങ്തനിങ് ചെയ്യുമ്പോഴായാലും ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള കാലറി അളവ് എടുക്കുക, പ്ലസ് യോഗയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് വെയിറ്റ് ലോസ് പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഫുഡ് എന്ന് പറയുന്നതാണ് ഇത്രയും മാറ്റർ. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത്രയും. ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ. അതിനിപ്പോ എന്ത് നമ്മൾ മാർഗം കണ്ടുപിടിച്ചാലും ശരി തന്നെയാണ്, ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയാൻ പോകുന്നുള്ളൂ. അപ്പൊ യോഗ ചെയ്താലും നമുക്ക് വണ്ണം കുറയും, പക്ഷെ ഇന്ന കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ഫാറ്റ് ലോസ് ഉണ്ടാവും, ഇഞ്ചസ് ലോസ് ഉണ്ടാവും, ബോഡി ടോൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം യോഗയുടെ കൂടെയും നമുക്ക് സാധിക്കും. പക്ഷെ പെർമനന്റ് ആണ്, ഹെൽത്തിയാണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇനി യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടും എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ശരീരമില്ലേ, അതൊന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വേദന എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും, മുട്ടുവേദന, പിന്നെ കാലുവേദന, കഴുത്ത് വേദന, അങ്ങനെയുള്ള വേദനകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഈ യോഗ ചെയ്തു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. മസിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനല്ല, മസിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഈ പറയുന്ന യോഗ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെ മെന്റൽ സ്റ്റെബിലിറ്റി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ ചെയ്തു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ് ഉണ്ടാകുന്നവർക്ക്, ടെൻഷൻ ഉണ്ടാകുന്നവർക്ക് നമ്മൾ കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കാമായിട്ടുള്ള ഏരിയയിൽ നിന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ട്രെസ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും.
ഡിപ്രഷനും ആൻസൈറ്റിയും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് യോഗ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് യോഗയോട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടും. ഓക്കെ, നേരത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊരു കൂടി ഒരു ആൻസർ ആണ്, യോഗ ചെയ്തു നോക്കുക ഉറക്കം കിട്ടും. ഓക്കെ, ദഹന ശക്തി ഇല്ലേ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി കുറയ്ക്കുക, ഗട്ട് ഹെൽത്ത് കുറയ്ക്കുക, പിന്നെ ബ്ലോട്ടിങ് കുറയ്ക്കുക, കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഹോർമോൺ ബാലൻസ്, PCOD PCOS ഉള്ളവര്, തൈറോയ്ഡ് ഉള്ളവർക്ക്, പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നവർക്കൊക്കെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. പനി, ചുമ, തലവേദന, ആവശ്യമില്ലാതെ അസുഖങ്ങൾ വന്ന് കൂടുക എന്നുള്ള കാര്യങ്ങളെല്ലാം യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ യോഗയിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ചർമ്മമൊക്കെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. യോഗ ആർക്കൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാം കേട്ടോ. എല്ലാവർക്കും മീൻസ് കുട്ടികള്, മുതിർന്നവര്, സ്ത്രീ, പുരുഷൻ, അങ്ങനെ എല്ലാവർക്കും യോഗ ചെയ്യാം കേട്ടോ. പിന്നെ യോഗ ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രഗ്നൻസി ഉള്ളവർ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. BP കൂടുതലായിട്ടുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഡിസ്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ സ്പൈൻ ഇഞ്ചുറീസ് ഒക്കെ ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. റീസെന്റ് എന്തെങ്കിലും സർജറി കഴിഞ്ഞവരാണെങ്കിൽ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. പനി, ഇൻഫെക്ഷൻ, ഒട്ടും വയ്യായിക, എക്സ്ട്രീം ആയിട്ടുള്ള തളർച്ചയൊക്കെ ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഹെർണിയർ ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാൽമുട്ട്, ജോയിന്റ് ഒക്കെ പെയിൻ ഉള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടും പാടില്ല. മൈഗ്രെയിൻ ഒക്കെ ഉള്ളവരും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാറ്റഗറിയിൽ വരുന്നത്. മൈഗ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തല പെട്ടെന്നൊക്കെ വെട്ടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ വേദന എടുക്കുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ബ്രീത്തിങ് പോലുള്ള, ചെറുതായിട്ട് ശ്വാസം എടുക്കുന്ന പോലെയുള്ള ഇത് ചെയ്യാം. അത് ഈ പറയുന്ന പോലെ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, യോഗ ചെയ്യുന്നതിന് മുന്നേ ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ യോഗ നിർത്തിയിരിക്കണം. പിന്നെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ, പിന്നെ യോഗ എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റായ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് ഹാംഫുൾ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിപ്പോ നമ്മൾ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലും അത് ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചില എക്സസൈസസ് നമുക്ക് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ഹാംഫുൾ ആക്കാറുണ്ട്. അപ്പോൾ യോഗയെ പറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയില് യോഗയാണോ കാർഡിയോ ആണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായിരിക്കും ബൈ ബൈ.